എനിക്കുണ്ടായ ഒരു അനുഭവം തുറന്നു പറഞ്ഞപ്പം ഞാൻ 6 വർഷം മുന്നേ ഇത് പറയണേ. ഇത് പറഞ്ഞപ്പം വളരെ സിമ്പിളാക്കിയിട്ട് എന്നെ കുണ്ടൻ എന്ന് പറഞ്ഞൊരു ലേബൽ കൂട്ടി. ഞാൻ ലുലു മാളിൽ ഈ പറഞ്ഞൊരു പടത്തിൻ്റെ കാര്യത്തിന് വേണ്ടി ഇരിക്കുന്ന സമയത്ത് ഈ രണ്ട് സ്ത്രീകൾ വന്നിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതിന് ആ കുട്ടിയുടെ കൂടെ വന്ന ഒരു ലേഡി തിരിച്ചു വന്നിട്ട് പറഞ്ഞു, സാറേ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാട്ടോ എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാ? ആ കുട്ടിയുടെ അമ്മയാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ആരാ? നിങ്ങളാണോ ആ കുട്ടിയാണെന്ന് ചോദിച്ചു. അത് കുഴപ്പമില്ല, സാറിൻ്റെ ഇഷ്ടം. ഇങ്ങനത്തെ സംഭവം ഇവിടെ നടക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു സംഭവം ഈ ഒരു സെക്സിന് വേണ്ടിയിട്ട് മാത്രം സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവിടെ തീരണം. ഇപ്പം എനിക്ക് അത് ആ സംഭവം നടന്നതിന് ശേഷം കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചു. ആളുടെ പേര് പറയാമോ, സൗഹൃദത്തിൻ്റെ പേരിലല്ലേ എൻ്റെ ഫോൺ വിളിച്ച് സംസാരിക്കണം. ഞാൻ പറഞ്ഞില്ല, ഞാൻ പറയില്ല. കാരണം എന്ന് വെച്ചാൽ അയാൾ എനിക്ക് മുന്നേ അറിയാം, അവരുടെ ഫാമിലീനെ അറിയാം. പക്ഷേ അന്ന് പോയപ്പോൾ അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചു. ഞാൻ നല്ലോണം കൊടുത്തു. ഞാൻ സ്റ്റക്കായിപ്പോയി. എന്ത് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ആരോട് പറയേണ്ടത്, എന്ത് പറയേണ്ടതെന്ന്. ഞാനൊരു FKL മെമ്പറല്ല, ഞാനൊരു അമ്മയിൽ മെമ്പറല്ല. എനിക്ക് പറയാനുള്ള സ്പേസ് എവിടെയില്ല. ഇവിടെ ഫിസിക്കൽ അബ്യൂസ് നടക്കുമെന്ന് വെച്ചാൽ നടക്കുന്നുണ്ട്. അത് ആണാവട്ടെ പെണ്ണാവട്ടെ. അതിനപ്പുറത്തേക്ക് ഒരു മെൻ്റൽ ടോർച്ചറിങ് എന്നുള്ള സംഭവം കൂടെ കിടപ്പുണ്ട്. അത് ആരും ചിന്തിക്കാത്തൊരു വിഷയം. പക്ഷേ നമ്മളിപ്പോൾ തുറന്നു പറഞ്ഞുകൊണ്ട് എനിക്കൊരു അവസരം നഷ്ടപ്പെടുക, അതിലേക്ക് പേടിയില്ല. എൻ്റെ വ്യക്തിത്വം പണയം വെക്കേണ്ട ആവശ്യം എനിക്കില്ല. അത് അവനവൻ്റെ കുടുംബത്തിലോ അവനവൻ്റെ ലൈഫിൽ ബന്ധപ്പെട്ട ആൾക്കാരായിട്ട് നടക്കണം. അപ്പോഴതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ. ഞാൻ ഒരു കലാകാരൻ. എൻ്റെ ആയുധം എന്ന് വെച്ചാൽ കലയാണ്. ആ സിനിമയിലെ നാടകം കൊണ്ട് ഞാൻ ജീവിക്കും, ഉറപ്പാണ്. ഹലോ എവരിവൺ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ദിസ് ഇസ് സ്നേഹ മാത്യു. ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ടറാണ്, ഒരു കാസ്റ്റിംഗ് ഡയറക്ടറാണ്, ഒരു ട്രെയിനറാണ്, ഒരു നാടക നടനാണ്. അങ്ങനെ എല്ലാമായ ഒരു മികച്ച കലാകാരനാണ് നമ്മുടെ കൂടെ ഇന്നുള്ളത്. അപ്പോൾ വെൽക്കം നവജീത് നാരായൺ ടു ദ ഷോ. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, അപ്പം ഒരു നാടക നടനാണ്, ഒരു ആക്ടറാണ്, ഒരു കാസ്റ്റിംഗ് ഡയറക്ടറാണ്, എല്ലാമാണ്. അപ്പോൾ ചെറുപ്പം മുതൽ തന്നെ ഇങ്ങനെ ആക്ടിങ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നോ? അങ്ങനെ ചോദിച്ചാൽ അമ്മ ആർട്ടിസ്റ്റാണ്, തിയേറ്റർ ആർട്ടിസ്റ്റാണ്. അപ്പം ചെറുപ്പം മുതലേ നാടക സ്റ്റേജുകളിലാണ് വന്നിട്ടുള്ളത്. നാടകം ഒരു കലാകുടുംബമാണ്. പിന്നെ ചുറ്റുപാടും ഒരു കലാപ്രദേശം. അത് നാടകമായിട്ട് ബന്ധപ്പെട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെറുപ്പം മുതലേ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ബാക്കിയുള്ള പല പരിപാടികളൊക്കെ ഇങ്ങനെ പോയി. അപ്പോൾ വീട്ടിൽ നിന്ന് ആദ്യം തൊട്ട് തന്നെ പിന്നെ സപ്പോർട്ടായിരുന്നു ഇതിന് പോകാൻ വേണ്ടിയിട്ട്? വീട്ടിൽ ആദ്യമായിട്ട് തന്നെ സ്റ്റേജ് കയറ്റി എൻ്റെ അമ്മയാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ഒത്തിരി കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നുണ്ടല്ലോ ആക്ടിങ് വർക്ക്ഷോപ്പ് ഒക്കെ ആയിട്ട്. അപ്പോൾ ആ ട്രെയിനിങ് ജേർണി ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അതിൻ്റെ ഒരു സ്റ്റാർട്ട് എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? ട്രെയിനിങ് ജേർണി എന്ന് വെച്ചാൽ നമുക്കിപ്പം എല്ലാ ആൾക്കാരിലും ഒരു 99% ആൾക്കാരിൽ ആക്ടേഴ്സ് ഉണ്ടെന്നാണ് പറയാം. നമ്മൾ എപ്പോഴാണോ ചെറിയ കള്ളം പറഞ്ഞു തുടങ്ങുന്നത് ആ സമയം മുതൽ നമ്മൾ ആക്ടിങ്ങിൻ്റെ സ്കില്ല് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്ത് പോകും, നമ്മൾ പോകുന്നത് വേറെ സ്ഥലത്തേക്കായിരിക്കും. അപ്പോൾ സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ അമ്മയോട് പോയിട്ട് പറയും, അമ്മ ഞങ്ങളെ ഇങ്ങനെ പോവാട്ടോ എന്ന് പറയും. നമ്മൾ പോകുന്ന വേറെ സ്ഥലത്തേക്കാണ്. തിരിഞ്ഞ് ഇങ്ങനെ ഒരു ആക്ഷൻ കാണിക്കും. ആ ആക്ഷൻ കാണിക്കുമ്പോൾ നമ്മുടെ സ്കില്ല് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അഭിനയം എന്നുള്ള സാധനം പഠിപ്പിക്കാനൊന്നും പറ്റില്ല. നമുക്ക് അതിൻ്റെ ടിപ്സ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും. ഹൗ ടു ആക്ട്, എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നമ്മളൊരു ഭയങ്കര സന്തോഷമേറിയ ന്യൂസ് ആയിരുന്നു. ചേട്ടൻ ട്രെയിൻ ചെയ്തൊരു കുട്ടിയാണ് ശ്രീപത്ത്. അപ്പം ആ കുട്ടിക്കാണ് നാഷണൽ അവാർഡ് വിൻ ചെയ്തത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു നേട്ടമാണ്. അപ്പോൾ ഈ ട്രെയിനിങ് വഴിയാണ് ആ കുട്ടി ട്രെയിൻ ചെയ്തത്. അതുപോലെ തന്നെ ഇപ്പം ഈ സിനിമ ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാർ വരുന്നൊരു ഫീൽഡാണ്. അവർക്ക് ട്രെയിൻ ചെയ്യണം. പിള്ളേർക്കാണെങ്കിൽ അവർക്ക് കറക്റ്റ് അറിയത്തില്ല എങ്ങനെയാണ്, അവർ ഭയങ്കര ഇന്നസെൻ്റ് ആണ്, അവർക്ക് എങ്ങനെയാണ് അഭിനയിക്കണം എന്നൊക്കെ ഈ ട്രെയിനിങ് വഴിയാണല്ലോ പരിചയമാവുന്നത് നമുക്ക്. അതേപോലെ തന്നെ പേരൻസിനാണെങ്കിലും അവരുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കുറേ അധികം കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഇപ്പം സമ്പത്തിൻ്റെ ട്രെയിനിങ് ജേർണിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ട്രെയിനിങ്ങിന് വരുന്ന പിള്ളേരോടും പാരൻസിനോടും ഒക്കെ എന്താണ് ചേട്ടന് പറയാനുള്ളത്? സംഭവം എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഒരാളുടെ നമ്മൾ അഭിനയിക്കുമ്പോഴായാലും അത് കുട്ടികളായിട്ട് വലിയ ആൾക്കാരാവട്ടെ, നമുക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് കുട്ടികളെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടും അവരെ ട്രീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും. നമ്മൾ അവരെ കാണുമ്പോഴും അവരോട് മിങ്കിൾ ചെയ്യുന്ന രീതി അനുസരിച്ചിരിക്കും അവർ നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ പതിയെ തുടങ്ങുന്നില്ല. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് വരുന്ന സമയത്ത് തന്നെ അറിയാൻ വേണ്ടി പറ്റും, നമുക്കറിയാൻ വേണ്ടി പറ്റും എങ്ങനെ ഓക്കെ ശരി ഇവൻ ചെയ്യും, കുഴപ്പമില്ല, വർക്ക് ചെയ്യും, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ അതിന് റിയാക്ട് ചെയ്യും എന്നുള്ള സാധനമൊക്കെ. ഈ കുട്ടികൾക്ക് ഡയലോഗ് പറയുമ്പോഴായാലും റിയാക്ഷൻ എന്ന് പറഞ്ഞ സംഭവം കിടപ്പുണ്ട്. അത് പെട്ടെന്ന് നമുക്ക് വലിയ ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന പോലെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ ചെറിയ ഗെയിംസ് അതുപോലെ തന്നെ അവരെ ചെറിയ ആക്ടിവിറ്റീസിലൂടെ അവരെ ആ ഒരു മൂഡിലേക്ക് കൊണ്ടുവരും. അപ്പം സ്ക്രിപ്റ്റ് ബേസ് ചെയ്തിട്ട് പറയുന്ന സമയത്ത് അത് അവർ കൃത്യമായിട്ട് ആ ഇന്ന ഇമോഷൻ ഇട്ടാൽ മതി കേട്ടോ, നമ്മൾ അന്ന് അവിടെ ചെയ്തില്ലേ ആ സാധനം ഇട്ടാൽ മതി എന്നൊക്കെ പറയുന്നത് നമ്മൾ തന്നെ ഒരു സിറ്റുവേഷൻസ് വെച്ചിട്ടാണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കി. സിറ്റുവേഷൻ അപ്പം സ്ക്രിപ്റ്റ് വെച്ചിട്ടല്ല ഞാൻ ചെയ്യുന്നത്. ആക്ച്വലി സ്ക്രിപ്റ്റ് ഇപ്പം എനിക്ക് ഓൾറെഡി അവർ പറഞ്ഞുതരും ക്യാരക്ടറൈസേഷൻ ഇങ്ങനെയാണ്, ഇങ്ങനെ ക്യാരക്ടറാണ്. ഇപ്പോൾ മാളികപ്പുറത്തിന് വേണ്ടി ഞാൻ ചെയ്തതല്ല, ശ്രീപത് അതിന് മുന്നേ എൻ്റെ ഒരു 3 വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തതാണ്. അപ്പം അതിനുശേഷം അവൻ ഒരു താത്തവളിയുടെ താന്ന് പറഞ്ഞിട്ട് പടം ചെയ്തായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ചെയ്യുന്നത്. അതിനുശേഷം 2 വർക്ക്ഷോപ്പിലുണ്ടായിരുന്നു. അപ്പം
അവൻ അന്ന് പെർഫോം ചെയ്ത് നമുക്ക് ഈ ആക്റ്റീവായിട്ട് നിൽക്കുന്ന കുട്ടികളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ ശരി കൊള്ളാം എന്നുള്ള ഒരു സാധനം തോന്നുമല്ലോ. അപ്പം അങ്ങനെ ഒരു കുട്ടിയായിരുന്നു അവൻ. ഭയങ്കര 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 ഇൻ്റലിജൻ്റ് ആണ്, ഭയങ്കര പെർഫോമറാണ് ആക്ച്വലി, നല്ല പെർഫോമറാണ്. അപ്പം ചേട്ടൻ നേരത്തെ പറഞ്ഞില്ല ഇപ്പം എല്ലാവരുടെ ഉള്ളിൽ ഒരു 90% ഒരു അഭിനയം ഉണ്ടാവും എന്നുള്ളത്. അപ്പം അതിൽ നിന്ന് ഇപ്പം നമ്മൾ ഏതൊരാൾക്ക് വേണമെങ്കിലും ഒരു ആക്ടർ ആവാം എന്നുള്ള രീതിയിലാണോ, അത് നമ്മൾ പോളിഷ് ചെയ്തെടുക്കുന്ന ഒരു രീതിയിലാണോ നമ്മുടെ ആക്ടിങ്? ഏതൊരാൾക്കും ആക്ടർ ആവാമെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലൊരു ഒരു ഇൻബോൺ ടാലൻ്റ് എന്നുള്ള സാധനമാണ് ആക്ടിങ് അല്ലേ. ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ ഓർത്തെടുക്കുമ്പോൾ നമ്മളിങ്ങനെ മേലോട്ട് നോക്കുന്നുണ്ടാവും, സൈഡിലോട്ട്, ഇതൊക്കെ ഒരു ഓർത്തെടുക്കുക. നേരെ കുറച്ച് ക്യാമറക്ക് മുന്നിൽ ഈ സാധനം പറ്റില്ല. അപ്പം നമ്മുടെ ഉള്ളിലൊരു ടാലൻ്റ് ഉണ്ടാവണം, ആക്ടിങ്ങിൻ്റെ ഒരു സാധനം ഉണ്ടാവണം. അതിനെ നമ്മൾ മോൾഡ് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ആ ചെയ്യുന്ന വർക്കിന് കുറച്ച് ഭംഗി ഉണ്ടാവുക. എപ്പോഴും മോൾഡിങ് ആണ്. ഇപ്പം വായിച്ച് പഠിക്കുക എന്നൊക്കെ പറയില്ലേ, നമ്മൾ എക്സാമിന് പോകുന്ന സമയത്ത് എത്ര വായിച്ചിട്ടായിരിക്കും ഒരു എസ് ഒക്കെ എഴുതുന്നുണ്ടാവുക. അതുപോലെ തന്നെയാണ് നമ്മളങ്ങനെ പോളിഷ് ചെയ്ത് ചില ആൾക്കാർ ഉള്ളിൽ തന്നെ ഉണ്ടാവും, ഇൻബോൺ ആയിട്ടുള്ള ടാലൻറ്റ് ഉണ്ടാവും. അത് വെച്ചിട്ട് അവർ ചെയ്യും. ഇപ്പം പല ആൾക്കാരും വിചാരിക്കും ട്രെയിനിങ് ആവശ്യമുണ്ടോ ഇല്ല, ട്രെയിനിങ് ചെയ്താൽ അതിൻ്റെതായ ഗുണം ഉണ്ടാവും, എന്തായാലും ഉറപ്പാണ്. അത് നമുക്ക് ക്യാമറക്ക് മുന്നിൽ ഉണ്ടാകുന്ന ഒരു ഇൻഹിബിഷൻസ് ഉണ്ടാവും, ഒരു കംഫർട്ടില്ലായ്മ, ടെൻഷൻ ഉണ്ടാവും. ഇത്രയും ആൾക്കാർ നമ്മളെ നോക്കുന്നുണ്ട്, നമുക്ക് ശരിയാവോ ഇല്ലയോ എന്നുള്ളൊരു സാധനമൊക്കെ അവർ ഉള്ളിൽ കിടപ്പുണ്ടാവും. പക്ഷെ അതൊക്കെ ഈ ട്രെയിനിങ്ങിലൂടെ നമുക്ക് മാറ്റിയെടുക്കാം. നമ്മൾ ട്രെയിനിങ് സെക്ഷൻ എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു രീതിയിലാണ് ട്രെയിൻ ചെയ്യുന്നത്. ഈ ബിൽഡിങ്ങിനകത്തോ അല്ല റൂമിനകത്തോ മാത്രമല്ല, ഒരു ഔട്ട്ഡോർ സെക്ഷനും കാര്യങ്ങളൊക്കെ അവരാദ്യം നമ്മൾ ഒരു റൂമിലേക്ക് കൊണ്ടുവന്ന് അവരൊരു 1-2 മണിക്കൂർ അവരോട് സംസാരിക്കുമ്പോൾ അവർ നമ്മളോട് നല്ല കംഫർട്ടബിൾ ആവും, ഭയങ്കര കംഫർട്ടബിൾ ആവും. പിന്നെ എന്തും പറയാം, പിന്നെ തോളത്ത് കയറി ഇരിക്കാൻ തുടങ്ങും ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക്. അപ്പം ട്രെയിനിങ്ങിൽ ലൈക്ക് കുട്ടികളെ മാത്രമാണോ ട്രെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അല്ലാണ്ട് നമ്മളിപ്പം ആക്ടിങ് ആഗ്രഹമായിട്ട് വരുന്ന ആൾക്കാർക്ക് ഇപ്പം ബെറ്റർ ആക്ടർ ആവണം അങ്ങനെ ഇപ്പം വലിയ ആൾക്കാരെയും ട്രെയിൻ ചെയ്യുന്നതാണോ? പിന്നെ അത് ഏജ് ഗ്രൂപ്പ് ഒന്നുമില്ല, ഒരു 5 to മേളിലേക്ക് ട്രെയിൻ ചെയ്യും. ഞാൻ ഇതിനിടയ്ക്ക് എനിക്കൊരു അനുഭവം ഉണ്ടായെന്ന് വെച്ചാൽ ഒരു പടത്തിൻ്റെ ഒരു കാസ്റ്റിംഗ് റൂമുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ട്രെയിൻ ചെയ്യിക്കുന്ന സമയത്ത് എനിക്കൊരു കുട്ടീനെ വേണമായിരുന്നു. അപ്പം ആ സമയത്ത് തന്നെ ഒരു ഫാമിലി എന്നെ വിളിക്കുന്നുണ്ട്. അവരുടെ ഫാമിലിയിൽ ഒരു 3 കുട്ടികളുണ്ട്, പിന്നെ പുള്ളിക്കാരിക്കും വേണം ട്രെയിനിങ് എന്നുണ്ട്. അങ്ങനെ അവർ അമ്മയും 3 കുട്ടികളും അവരെ വീട്ടിൽ തന്നെയായിരുന്നു വർക്ക്ഷോപ്പ് ഉണ്ടായത്. അപ്പം അവർ ചെയ്തെടുക്കുമ്പോൾ അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കും, അപ്പം അതൊക്കെ ഭയങ്കര രസമുള്ള അനുഭവമായിരുന്നു. ഭയങ്കര പിന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എപ്പം ഭയങ്കര മെമ്മറി പവറുള്ള ആൾക്കാരാണ്. അപ്പം അവരോട് ഒരു കാര്യം പറഞ്ഞോളൂ കൃത്യമായിട്ട് ചെയ്യും. പിന്നെ ഇന്ന ഏജ് ഗ്രൂപ്പ് ഒന്നുമില്ല, നമ്മളിപ്പം നമ്മളെ സമീപിക്കുന്ന ആൾക്കാർ ആരാണോ അവരുമായിട്ട് കൃത്യമായിട്ട് പേഴ്സണൽ വർക്ക്ഷോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പം സെലിബ്രിറ്റീസ് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമാ മോഹമായിട്ട് കുറേ ആൾക്കാർ, നമുക്ക് സിനിമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു ലോകമാണല്ലോ, വേറെ ഒരു യൂണിവേഴ്സ് പോലെയാണ്. അപ്പം ഈ സിനിമ ആഗ്രഹമായിട്ട് വന്നിട്ട് ചേട്ടൻ എന്തെങ്കിലും രീതിയിലുള്ള ഒരു നഷ്ടപ്പെടലുണ്ടായിട്ടുണ്ടോ? സിനിമ മോഹം കാരണം എന്തെങ്കിലും നഷ്ടപ്പെട്ടതായിട്ടുണ്ടാവോ ചേട്ടനോട് ഇപ്പോൾ ചോദിക്കുവാണെങ്കിൽ? എനിക്ക് അങ്ങനെ നഷ്ടപ്പെട്ടു ഒന്നും തോന്നില്ല. കാരണം ഞാൻ വളരെ സന്തോഷത്തോടു കൂടി വന്നൊരു ഇൻഡസ്ട്രിയാണ്. കാരണം വെച്ചാൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് അമ്മയാണ് എന്നോട് പറയുന്നത്, നീ പോയിട്ട് നിൻ്റെ ഡ്രീമിനനുസരിച്ച് പൊക്കോ അല്ലേ. അതൊരു വലിയ സപ്പോർട്ടല്ലേ വീട്ടിൽ നിന്ന് എല്ലാവരും ഇപ്പം പിന്നെ ഫാമിലി ആയാലും പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സ് ആയാലും ഇവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. അവർ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഉട്ടോപ്യയിലെ രാജാവിൻ്റെ അകത്ത് മമ്മൂക്കയാണ് അതിനകത്ത് അഭിനയിച്ചേക്കുന്നത്. അപ്പോൾ ആ ഉട്ടോപ്യയിലെ രാജാവ് എന്ന സിനിമയിൽ ഒരു റോള് ചെയ്തിട്ടുണ്ടായിരുന്നു ചേട്ടൻ. അപ്പം ഞാൻ കേട്ടേക്കുന്നതായിരുന്നു, അവിടെ ജലബീരങ്കിയിൽ നിന്ന് വെള്ളം ശക്തമായിട്ട് ഇങ്ങനെ വരുന്നൊരു സീനായിരുന്നു. അപ്പോഴത്തേക്കും മമ്മൂക്കയുടെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ആയി. അപ്പം മമ്മൂക്ക ഇങ്ങനെ തിരിഞ്ഞപ്പോഴത്തേക്കും അത് നേരെ കൊണ്ടത് ചേട്ടൻ്റെ പുറകിലായിരുന്നു. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? എനിക്ക് അതിന് ശേഷം ഉടനെ മമ്മൂക്ക പറഞ്ഞത്, എന്നെക്കാട്ടും നോക്ക് ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയോ, ആ മോൻ എന്തെങ്കിലും പറ്റിയോ എന്നായിരുന്നു മമ്മൂക്ക പറഞ്ഞത്. അപ്പം ആ ഒരു എക്സ്പീരിയൻസിനെ പറ്റിയിട്ട് ഒന്ന് പറയാൻ പറ്റുമോ? അത് ആക്ച്വലി പിന്നെ കമൽ സാറിനെ ഞാൻ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ഒരു സ്ഥലത്ത് വിളിച്ച് സാർ ഞാൻ ഒന്ന് വന്നോട്ടെ കണ്ടോട്ടെ എന്ന് ചോദിച്ച് എന്നിട്ട് അങ്ങനെ നേരിട്ട് കാണാൻ വേണ്ടി പോയി എനിക്ക് എന്തെങ്കിലും ഒരു വേഷം തരുമോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇതിലൊരു ക്യാരക്ടർ ഉണ്ട് എനിക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അവിടെ തൊടുപുഴ മൂവാറ്റുപുഴ അവിടെ ആദ്യം ഷൂട്ട് ഉണ്ടായത്. അത് കഴിഞ്ഞതിന് ശേഷം ട്രിവാൻഡ്രത്ത് സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിലാണ്. സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നിൽക്കുക, ചുറ്റും വണ്ടി മൊത്തം ബ്ലോക്കായി. അപ്പം റൈറ്റ് സൈഡിൽ ഞാനും ലെഫ്റ്റ് സൈഡിൽ വേറെ നമ്മളെ കൂടെ അഭിനയിക്കുന്ന വേറൊരു പയ്യനുണ്ടായത്. മമ്മൂക്ക ഇങ്ങനെ പിടിച്ചിട്ടാണല്ലേ എന്നാൽ ആലോചിച്ച് നോക്കിയാൽ മമ്മൂക്ക ഇത്രയും ആൾക്കാർ നോക്കി നിൽക്കുക. അപ്പം നമ്മൾ രണ്ടുപേരും ഇങ്ങനെ മമ്മൂക്ക ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ടാകുന്ന ഒരു ഫീലുണ്ട്. അപ്പം നമ്മളെന്തോ വലിയൊരാളായെന്നുള്ളൊരു ഫീലിംഗ് അങ്ങനെ അങ്ങനത്തെ ഒരു സാധനം വന്നു. അങ്ങനെയാണ് ഈ ഷൂട്ട് എടുക്കുന്നത്. വെച്ചാൽ ഈ ഒരു സമരം നടക്കുവാണ്. ആ സമരം നടക്കുന്ന സമയത്ത് ഈ ജലപീരങ്കി അടിക്കുന്നത് ഒറിജിനൽ സാധനം വെച്ചത്, ശരിക്കും അത്രയും ഫോഴ്സുള്ള സാധനം. അതിന്റെ സ്പീഡോ കാര്യങ്ങളോ ഒന്നും കുറച്ചിട്ടില്ല. പെട്ടെന്ന് ഈ സാറ് ആക്ഷൻ പറയുമ്പോൾ ഈ വെള്ളം അങ്ങ് വന്ന് ഒരൊറ്റ അടി അടിച്ചു, മമ്മൂക്കൻ്റെ ഒരു അടിച്ച്
അടിക്കുന്ന സമയത്ത് പുള്ളി തിരിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ തിരിയുമ്പോൾ എൻ്റെ പുറത്താണ് ഷർട്ട് ഇട്ടുണ്ടായിരുന്നു, എൻ്റെ പുറത്ത് കൊണ്ട് സഹിക്കാൻ പറ്റില്ല. അപ്പം തന്നെ അത് ഓഫ് ചെയ്തിട്ട് മമ്മൂക്കാൻ്റെ അടുത്തേക്ക് എല്ലാവരും ആൾക്കാർ ഓടി മമ്മൂക്കാൻ്റെ അടുത്തേക്ക് പോവുക. അവരെ കുറേ ആൾക്കാരുണ്ടല്ലോ, അവരടുത്തേക്ക് പോവാണ്. ഞാനിപ്പുറത്ത് ഷർട്ട് കൊണ്ട് പോവാം. ഷർട്ട് ഊരി നോക്കുമ്പോഴത്തേക്ക് എന്നോട് പറയാ ചോപ്പ്, മഞ്ഞ, പച്ച, ഇങ്ങനെ കളർ ഇങ്ങനെ, അതായത് റൗണ്ടിലാവില്ല. എനിക്ക് ഏറ്റവും ഫീൽ ചെയ്ത മമ്മൂക്കാൻ്റെ കാര്യത്തിൽ ഫീൽ ചെയ്ത കാര്യം വെച്ചാൽ ഞാൻ ചെറിയൊരു നടനാണ്, പുള്ളി ഇത്രയും എക്സ്പീരിയൻസിലൊരു നടനാണ്. പുള്ളി ആ സമയത്ത് പുള്ളിയുടെ ഫേസിന് എന്തെങ്കിലും പറ്റുമോ ഇവിടെ പറ്റുമോ എന്നൊക്കെ നോക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് പുള്ളി പറഞ്ഞത് അവനെ നോക്ക്, ആ പയ്യനെന്തോ പറ്റിയിട്ടുണ്ട് കാര്യമായിട്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അവനെ നോക്കുന്നുണ്ട്. അത് സത്യം പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനത്തെ ഒരു സംഭവം. അത് ഭയങ്കര എക്സ്പീരിയൻസാണ്. അത് ചില സമയത്ത് ചില മൊമെൻ്റ് ആയിരിക്കും, ആ മൊമെൻ്റ് ഇപ്പോഴും ഞാനത് കൊണ്ടു നടക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ. ആ ഒരു സിനിമ കാണുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഷോട്ടോ വരുമ്പോഴോ ഞാനിങ്ങനെ പറയാം, ഈ സീനിലുണ്ടല്ലോ ഇതിങ്ങനെ വന്ന സമയത്ത് മമ്മൂക്ക ഇങ്ങനെ എന്നോട് പറഞ്ഞു, അറിയാം ഫ്രണ്ട്സ് ആയിട്ടിരിക്കുന്നത്. പിന്നെ പിറ്റേ ദിവസം എന്ന് വെച്ചാൽ അന്നെന്തോ ഷൂട്ട് നിർത്തിച്ച് പിറ്റേ ദിവസം ഇതിൻ്റെ കണ്ടിന്യൂറ്റി എടുക്കുന്ന സമയത്ത് മമ്മൂക്ക കാറിൽ വരുമ്പോൾ ഞാൻ ഈ പുറത്ത് ഇങ്ങനെ ആക്കിക്കൊണ്ട് പോവാ, കാറിൻ്റെ സൈഡിലെ മമ്മൂക്ക വണ്ടി നിർത്തി സൈഡിൽ ഓക്കെ അല്ലേ, അടുത്ത ദിവസം ഓർത്ത് വെച്ചു ഓക്കെ അല്ലേ, ഓക്കെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ജോർജ് ചേട്ടനൊക്കെ പരിചയപ്പെടുന്നത്. അതിന് ശേഷം പിന്നെ നമ്മൾ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ജോർജ് ചേട്ടൻ, ലാലുവേട്ടനൊക്കെ മമ്മൂക്കിക്ക് ലൈക്ക് അന്ന് ജസ്റ്റ് കണ്ടതാണ്, അടുത്ത ദിവസം ഓർമ്മിച്ച് പിന്നെയും അത് അല്ല അത് ഭയങ്കര ഇതായിരുന്നു. പക്ഷെ ഒറിജിനൽ സാധനം ഉപയോഗിച്ചതാണ്. ഒറിജിനൽ സാധനം ഉപയോഗിച്ചത് ഇങ്ങനത്തെ ഒരു സംഭവം അടിക്കുമ്പോൾ നമ്മൾ ഈ ടി വിയിലൊക്കെ കണ്ടതേ ഉള്ളൂ. എന്താണ് ഈ വെള്ളമടിച്ച് ഓരോ ദിവസം പറഞ്ഞു എന്നൊക്കെ ടി വിയിൽ കണ്ടതേ ഉള്ളൂ. ഇത് ഒറിജിനലായിട്ട് അനുഭവിച്ചിട്ടില്ല ഇതിന്റെ സംഭവം എന്താന്നുള്ളത്. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു, ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. എപ്പോഴും കുറിച്ചിടാൻ പറ്റുന്ന ഉറപ്പല്ലേ, പിന്നെ അല്ലാണ്ട് അങ്ങനത്തെ ഒരു വലിയൊരു നടൻ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മളൊന്ന് നോക്കുമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ കൂടെ നിൽക്കുന്ന എത്രയോ ആൾക്കാരെ പുള്ളി സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അത്രയും നന്നായിട്ടായിരിക്കില്ലേ കാണുന്നുണ്ടാവുക. അതൊക്കെ ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്ന പുള്ളിനെ. ഇപ്പോൾ കാസ്റ്റിംഗ് ഡയറക്ടറാണ് ചേട്ടൻ. അപ്പം കാസ്റ്റിംഗ് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഒത്തിരി സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ് വഴി, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ് വഴി നമുക്ക് കാസ്റ്റിംഗ് കോൾസ് വരാറുണ്ട്. അപ്പം ഞാൻ പേഴ്സണലി ആണെങ്കിലും ഞാൻ കാസ്റ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഫേക്ക് കാസ്റ്റിംഗ് കോൾസ് ഉണ്ടാവും, ജെന്യുവൻ കാസ്റ്റിംഗ് കോൾസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ എങ്ങനെ വേർതിരിച്ച് കണ്ട് അത് നമ്മൾ എങ്ങനെയാണ് ഒന്ന് പ്രോസസ്സ് ചെയ്യുന്നത്, അതിനെപ്പറ്റി പറയാമോ? ഞാൻ ബേസിക്കലി പിന്നെ കാസ്റ്റിങ്ങിനെ സപ്പോർട്ട് ചെയ്യണം കൂടുതൽ ഞാൻ നിൽക്കൽ. കാരണം വെച്ചാൽ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഓക്കെ ശരി ഇങ്ങനെ കുട്ടികളുണ്ട് അല്ലെങ്കിൽ ഉണ്ട്. അപ്പം ഓഡിഷൻ എന്നെ ഇരിക്കാൻ വിളിക്കുന്ന സമയത്ത് ഞാൻ പറയും ജെന്യൂൻ ആണെങ്കിൽ മാത്രമേ ഞാൻ വന്നിരിക്കുള്ളൂ എന്ന് പറയും. ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടിയാണ് ഞാനില്ല. കാരണം വെച്ചാൽ അത്രയും ജെന്യൂനായിട്ടൊരു ചെയ്തൊരു പടമാണ് തട്ടാശ്ശേരി കൂട്ടം എന്നുള്ള പടം. അതും പിന്നെ ദിലീപേട്ടൻ്റെ അനിയൻ അനൂപേട്ടൻ ഡയറക്റ്റ് ചെയ്ത പടം. അപ്പം അന്ന് ഞാനുണ്ട്, മോഹനേട്ടനുണ്ട്, പിന്നെ സന്തോഷ് ഏട്ടനുണ്ട്, രാജേഷ് മണ്ടോടി ഉണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ. ഇവിടെയൊക്കെ ആൾക്കാർ വരുന്ന സമയത്ത് ഓരോരാൾക്കും പെർട്ടിക്കുലർ സ്പേസ് കൊടുത്തിട്ടാണ് അവിടെ ഓഡിഷൻ അറ്റൻഡ് ചെയ്തത്. ഞാൻ ഒന്ന് പറയും, അവർ തിരിച്ച് കൗണ്ട് പറയും, അങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ള രീതിയിലാണ് പോയത്. അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്തേക്കണ ഓഡിഷനിൽ മൊത്തം ഞാൻ ചെയ്തേക്കണം അങ്ങനെ തന്നെ. കാരണം വെച്ചാൽ വെറുതെ ആൾക്കാരൊക്കെ ഇതൊക്കെ പ്രതീക്ഷ വരുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് വെറുതെ ഒരു പ്രതീക്ഷ കൊടുക്കാൻ വേണ്ടി പാടില്ല, നല്ലൊരു പ്രതീക്ഷ ഉണ്ടാവട്ടെ, അങ്ങനെയുള്ള സിനിമകൾ ഉണ്ടാവട്ടെ, അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇപ്പം പരിപാടി നിർത്തി, കുറേ ശത്രുക്കൾ വന്നു. ആ പരിപാടി നിർത്തി. കാസ്റ്റിംഗ് അല്ല, ഞാൻ ഈ ഓഡിഷന് പോയി ഇരിക്കുന്ന പരിപാടി നിർത്തി. കാരണം വെച്ചാൽ ഒരു പ്രാവശ്യം മെർമെയ്ഡ് വെച്ചിട്ട് ഒരു ഓഡിഷൻ്റെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പുറത്തേക്ക് പോയിരുന്നു, ഒന്ന് ടോയ്ലറ്റിൽ പോകണമെന്നുണ്ട്, പോയി തിരിച്ച് വരുമ്പോഴത്തേക്ക് എന്നെ പറ്റി പറയാം, എന്തേ ആ ചങ്ങായിട്ട് അവിടെ ഇരിക്കുന്നു, അയാൾ തരുമൊന്നുമില്ല, അയാൾ 1 2 3 4 ഓഡിഷന് പോയിട്ട് എനിക്ക് തന്നിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇത് കൊള്ളാലോ, ഞാനിത് ചിന്തിക്കുന്നുമില്ല. അപ്പം ഞാൻ അതിനത്തോടെ ആ പരിപാടി അത്. കാരണം വെച്ചാൽ ആ പരിപാടിക്ക് പോയി ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ ട്രെയിനിങ് ആയിട്ട് ബന്ധപ്പെട്ട പരിപാടി അവിടെ ബ്ലോക്ക് ആവും. അപ്പോൾ അതുകൊണ്ട് ആ പരിപാടി തൽക്കാലത്തേക്ക് ക്ലോസ് ചെയ്തു. അപ്പം അതുപോലെ തന്നെ ചേട്ടനൊരു ട്രെയിനറാണല്ലോ. അപ്പം ഇപ്പോൾ കാസ്റ്റിങ്ങിന് പോകുന്ന കുട്ടികളായിക്കോട്ടെ, ഇപ്പം സ്ത്രീകളായിക്കോട്ടെ, പുരുഷന്മാരായിക്കോട്ടെ, അപ്പോൾ കാസ്റ്റിങ്ങിന് പോകുന്നവരോട് എങ്ങനെ പ്രിപ്പയർഡായി പോകണമെന്നായിരിക്കും. ഇപ്പം നമുക്കൊക്കെ അറിയാം കാസ്റ്റിംഗ് ഉണ്ട്, അതെങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് കുറേ പേർക്ക് അറിയത്തുണ്ടാവില്ല. അപ്പോൾ അതെങ്ങനെ അപ്രോച്ച് ചെയ്യണം, നമ്മൾ എങ്ങനെ പ്രിപ്പയർഡായിട്ടാണ് പോകേണ്ടത്, അപ്പോൾ അത് ചേട്ടൻ്റെ കയ്യിൽ നിന്നുള്ള ടിപ്സ് അറിയുകയാണെങ്കിൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മുടെ കയ്യിൽ കൃത്യമായി പെർഫോം ചെയ്യാനുള്ളൊരു കണ്ടൻറ്റ് നമ്മുടെ കയ്യിൽ വേണം. കൃത്യമായിട്ട് ലൈവായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നൊരു കണ്ടൻറ്റ് വേണം. ആ കണ്ടൻറ്റ് ഇല്ലാതെ പോയിട്ട് കാര്യമില്ല. ആ കണ്ടൻറ്റ് എങ്ങനെ ഉണ്ടാവും, നമ്മൾ പ്രാക്ടീസിലൂടെ ഉണ്ടാവുള്ളൂ. എല്ലാത്തിനും പ്രാക്ടീസാണ്. ആ കണ്ടൻറ്റുമായിട്ട് നിങ്ങൾ ഒരാളെ സമീപിക്കുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരാളുടെ നമ്പർ കിട്ടി, ആ നമ്പർ കിട്ടിയിട്ട് അയാൾ ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ചെയ്യുക ആദ്യം, സാർ ഇങ്ങനെ എൻ്റെ പേര് ഇങ്ങനെയാണ്, ഞാൻ ഒന്ന് കോൾ ചെയ്തോട്ടെ,
പുള്ളിന് അതിന് ശേഷം പുള്ളി റിപ്ലൈ ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് കോൾ ചെയ്ത് നോക്കുക. എന്നിട്ട് പുള്ളി തിരക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ആൾക്കാർ അതിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവരെ കണക്ട് ചെയ്യുക. അസോസിയേറ്റ് ഡയറക്ടേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ കൺട്രോളേഴ്സ് ഉണ്ടാവും. ഇവരൊക്കെ വിളിച്ച് കണക്ട് ചെയ്തിട്ട് തന്നെയാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അല്ലാതെ ഞാനിപ്പോൾ ഒരു കുഗ്രാമത്തിൽ നിന്ന് വരുന്നത് സത്യം പറഞ്ഞാൽ. അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ ഒരു സ്പേസ് എനിക്ക് ഉണ്ട് എന്ന് എനിക്കൊരു തോന്നലുണ്ട്. മറ്റുള്ളവർക്കുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല, എനിക്കൊരു തോന്നലുണ്ട്. അപ്പം അത് നമ്മുടെ ഒരു എഫേർട്ട് കൊണ്ട് ഉണ്ടായതാണ്. പക്ക എനിക്ക് തോന്നുന്നു വെച്ചാൽ അവിടുത്തെ നീലേശ്വരത്തെ സിനിമാക്കാരെന്ന് വെച്ചാൽ ഒന്ന് നമ്മളെ കാവ്യ മാധവൻ, മറ്റൊന്ന് വിനീതേട്ടൻ, അത് കഴിഞ്ഞ് ഞാനാ. ഇപ്പോൾ കുറേ ആൾക്കാരായി. ഇപ്പം ഞാൻ സിനിമ തേടിയിട്ട് കൊച്ചിയിലേക്ക് വരുമ്പം സിനിമാക്കാർ മൊത്തം കാസർഗോഡേക്ക് പോയി. അതുപോലെ തന്നെ ഇപ്പം കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മൾ ന്യൂസ് ചാനലിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ചേട്ടൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ ഇപ്പം കുറേ ഇഷ്യൂസ് ഒക്കെ ആയിട്ട് നടക്കുകയാണ് ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ, ഇങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കാണുന്നുണ്ട്. അപ്പം സ്ത്രീകൾക്ക് മാത്രമല്ല ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്, പുരുഷന്മാർക്കെതിരെയാണെങ്കിലും ഇങ്ങനെ ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പം അതിനെ പറ്റിയിട്ട് ചേട്ടൻ എന്താണ് പറയാനുള്ളത്? ഇവിടെ ഫിസിക്കൽ അബ്യൂസ് നടക്കുമെന്ന് വെച്ചാൽ നടക്കുന്നുണ്ട് ഉറപ്പായിട്ട്. അത് ആണാവട്ടെ പെണ്ണാവട്ടെ. അതിനപ്പുറത്തേക്ക് ഒരു മെൻ്റൽ ടോർച്ചറിങ് എന്ന് പറഞ്ഞ സംഭവം കൂടെ കിടപ്പുണ്ട്. അത് ആരും ചിന്തിക്കാത്തൊരു വിഷയമാണ് അല്ലേ. എനിക്കുണ്ടായ ഒരു അനുഭവം തുറന്നു പറഞ്ഞപ്പം, ഞാൻ 6 വർഷം മുന്നേ ഇത് പറയണേ, ഇത് പറഞ്ഞപ്പം വളരെ സിമ്പിളാക്കിയിട്ട് എന്നെ കുണ്ടൻ എന്ന് പറഞ്ഞൊരു ലേബൽ കുത്തി. ഈ സോഷ്യൽ മീഡിയ കാണുന്ന കുറേ ആൾക്കാർ എന്നെ കുണ്ടൻ എന്ന് പറഞ്ഞൊരു ലേബൽ കുത്തി കമൻസ് ഇടുക. ഇത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ട്. നമുക്ക് കുറച്ച് ആൾക്കാർ അത് കഴിഞ്ഞതിന് ശേഷം ആ കമൻസ് ഇട്ടത് കഴിഞ്ഞ് എനിക്ക് മെസ്സേജ് വരുമോ കുറേ, പിന്നെ ആരായിരുന്നു അത് ഒന്ന് ചോദ്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. മെസ്സേജ് ഈ പിന്നെ വന്ന ഞാൻ ഇട്ട സ്റ്റേറ്റ്മെൻറ്റും ഞാനിട്ട ഏതൊരു മീഡിയയിലെ പറഞ്ഞത് ഞാനിട്ട എൻ്റെ ഫേസ്ബുക്കിലേക്ക് ഇത് വന്നുകൊണ്ട് നിൽക്കുക. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ധൈര്യമില്ലേ പറയാൻ വേണ്ടിയിട്ട്? നിൻ്റെ ദേഹത്ത് ഒരാൾ അനാവശ്യമായിട്ട് തൊടുന്നുണ്ടെങ്കിൽ പറയാനുള്ള ധൈര്യം വേണം. വിത്തൗട്ട് കൺസെൻറ്റ് ആരെയും തൊടാനുള്ള അവകാശം ഇവിടെ ഇല്ല അല്ലേ. ഞാൻ അനാവശ്യമായിട്ട് നിൻ്റെ ദേഹത്ത് തൊട്ടാൽ ചെകള കുത്തി കൊടുക്കണം, അത്രേ ഉള്ളൂ. ഞാൻ ചെയ്തതാണ്, അത് യാതൊരു മടിയില്ല പറയാൻ വേണ്ടി. അതിൻ്റെ പേരിൽ കുറേ പഴി കേട്ട് കുറേ ഞാൻ എൻ്റെ അമ്മ വിളിക്കുമ്പോഴും വൈഫ് വിളിക്കുമ്പോഴൊക്കെ ചില സമയത്ത് എന്തിനാണ് ഇപ്പം കുറച്ച് മാതൃഭൂമി ന്യൂസ് വന്നപ്പോൾ പോലെ എന്നോട് ചോദിച്ചു എന്തിനാണ് ഇപ്പം അതിൻ്റെ ആവശ്യം. എന്നോട് ഫ്രണ്ട്സ് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്തിനാണ് ആരെയും പേടിക്കേണ്ട ആവശ്യം, ഞാൻ സിനിമയിലെ നാടകം കൊണ്ട് ഞാൻ ജീവിക്കും ഉറപ്പാണ്. ഒരിക്കൽ വാളയാർ ഇഷ്യൂവിൻ്റെ പേരിൽ ഞാൻ നാടകം കളിച്ചതിന് അതിനിപ്പോലും എനിക്കെതിരെ പറഞ്ഞ ആൾക്കാരാണ്. ഞാൻ ഒരു കലാകാരനാണ്, എൻ്റെ ആയുധം എന്ന് വെച്ചാൽ കലയാണ്, നാടകമാണ്, ഇപ്പോൾ സിനിമയാണ് ഈ പരിപാടി. ഇനി മുന്നോട്ട് തന്നെ തുടരും ഞാൻ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇത്ര ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ തുറന്നടിച്ച് പറയുന്ന സമയത്ത് ചാൻസസ് നമ്മുടെ കയ്യിൽ നിന്ന് പോവും അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് എന്ന് പേഴ്സണലി ചേട്ടനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ എന്നെ കാസ്റ്റ് ചെയ്ത പടത്തിൽ നിന്ന് അത്രയും അടുത്ത് നിൽക്കുന്ന ഒരാൾ കാസ്റ്റ് ചെയ്ത പടത്തിൽ നിന്ന് എല്ലാം റെഡിയായി കഴിഞ്ഞ് ഇപ്പം എന്നെ മാറ്റിയിട്ടുണ്ട്. അതിൽ മാറ്റാൻ വേറൊരു കാരണം എന്ന് വെച്ചാൽ ഞാനാണ് ആ ചങ്ങായിക്ക് പ്രൊഡ്യൂസറെ ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നത്. കാസ്റ്റിംഗ് ലിസ്റ്റിൽ പേരുണ്ട്, മെയിൻ ലിസ്റ്റിൽ പേരുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട്. എന്നിട്ട് ആ പ്രൊഡ്യൂസറുടെ അടുത്തേക്ക് പോയി, എല്ലാം ഞാനും കൂടി ഉണ്ടായിരുന്നു, എല്ലാം റെഡിയാക്കി വന്നു. റെഡിയാക്കി വന്നതിന് ശേഷം രണ്ടാമതൊരു മീറ്റിംഗ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവൻ എന്നോട് ചോദിച്ചാൽ പൊക്കോട്ടെ എന്ന് ചോദിച്ചു. നമ്മൾ നീ പൊക്കോ, ഞാനില്ല ഇവിടെ, നീ പൊക്കോ എന്ന് പറഞ്ഞു. ഞാനൊരു വർക്ക്ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട് പുറത്ത് അവിടെയായിരുന്നു. അങ്ങനെ പോയപ്പോൾ ആ കാസ്റ്റിംഗ് ലിസ്റ്റ് കണ്ടപ്പം എന്നെ ഒഴിവാക്കിയേക്ക് വന്നു. അപ്പോൾ പ്രൊഡ്യൂസർ എന്നെ വിളിച്ച് ചോദിച്ചു എന്താണ് സംഭവം, എന്താ അത് നിൻ്റെ പേരില്ലല്ലോ ഇതിൽ. ഞാൻ എൻ്റെ പേരില്ലേ? ഇല്ല നിൻ്റെ പേരില്ല. ഞാനും പുള്ളി നമ്മളല്ല കമ്പനിയായിരുന്നു. എന്നിട്ട് പിന്നെ രണ്ടാമത് വന്നപ്പം ഞാൻ അവനോടൊന്നും ചോദിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് പോയില്ല. അവന് അഡ്വാൻസും കൊടുത്തിട്ടുണ്ടായിരുന്നു, 1 ലക്ഷം രൂപ അഡ്വാൻസും കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എൻ്റെ കാര്യം പുള്ളി അവനോട് ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ പിന്നെ മാർക്കറ്റ് വാല്യൂ ഇല്ല, മാർക്കറ്റ് വാല്യൂ ഉള്ളൊരു നടനെ നമുക്ക് അതിലിടാമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രൊഡ്യൂസർ തിരിച്ച് അവനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നാളെ പിറ്റേന്ന് നിൻ്റെ കൂടെ വന്ന് കൂടെ നടന്ന അവനോട് നീ ഇങ്ങനെ ചെയ്ത്, നാളെ നീ എന്നോട് ചെയ്യില്ലെന്ന് ഇത്ര ഉറപ്പെന്താണെന്ന് വെച്ചിട്ട് ആ കൊടുത്ത 1 ലക്ഷം രൂപ അഡ്വാൻസ് തിരിച്ചു കൊടുത്തു. ആ പടം ഇന്നും നടന്നിട്ടില്ല. പക്ഷെ ആ പടം നടക്കട്ടെ, എനിക്കതിൽ വിരോധമൊന്നുമില്ല, സിനിമ നടക്കട്ടെ. ഞാൻ ഇതിലൊന്നും ഇൻവോൾവ് അല്ല കേട്ടോ, ഞാൻ പറഞ്ഞിട്ടില്ല ഒന്നുമില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ തുറന്നു പറഞ്ഞുകൊണ്ട് എനിക്കൊരു അവസരം നഷ്ടപ്പെടുക അതിലേക്ക് പേടിയില്ല. ഇത് ചില സമയത്ത് ഇത് കണ്ട് ആൾക്കാർക്ക് ഒരു 5 ആൾക്കാർക്ക് നല്ല കാര്യം തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ പറയട്ടെ, അവർ പറയട്ടെ. ഇപ്പം എനിക്ക് ആ സംഭവം നടന്നതിന് ശേഷം കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചു, ആളുടെ പേര് പറയാമോ, സൗഹൃദത്തിൻ്റെ പേരിലല്ലേ എൻ്റെ ഫോൺ വിളിച്ച് സംസാരിക്കണേ. ഞാൻ പറഞ്ഞില്ല, ഞാൻ പറയില്ല.
കാരണം ആ ഫാമിലിയോട് ഒരു പറയും. അല്ല, പേര് പറയാത്തതിന്റെ കാരണം എന്താണെന്ന് ആൾക്കാർക്ക് ഞാൻ വ്യക്തമായിട്ട് അത് തന്നെ പറയുന്നുണ്ടല്ലോ. കാരണം എന്ന് വെച്ചാൽ അയാളെ എനിക്ക് മുന്നേ അറിയാം, അവരുടെ ഫാമിലിനെ അറിയാം. എന്നോട് ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു അപ്രോച്ച് നടത്തുന്നത്. എന്നോട് പറയുന്ന മീൻസ് എന്നെ അങ്ങനത്തെ ഒരു രീതിയിൽ കാണുന്നത് ആദ്യമായിട്ടാണ്. അതിന് മുന്നേ അയാളുടെ മനസ്സിലുണ്ടായിരുന്ന പോലും എനിക്ക് അറിയാൻ പാടില്ല. പക്ഷേ അന്ന് പോയപ്പോൾ അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചു. ഞാൻ നല്ലോണം കൊടുത്തു. കാരണം പൊതുവെ ലൈക്ക് ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു അപ്രോച്ചോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ കേൾക്കുന്നത് എന്താണ്, ഫ്രീസായി പോവുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അതേപോലെ തന്നെയായിരുന്നു ചേട്ടനും, ലൈക്ക് ഫ്രീസായി പോവുക, അങ്ങനെ അതുപോലെ തന്നെയായിരുന്നു ചേട്ടനും ഉണ്ടായത്? ഞാൻ സ്റ്റക്കായി പോയി. എന്ത് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. കാരണം ഞാൻ തുടക്ക സമയമാണ്. ആരോട് പറയേണ്ടത്, എന്ത് പറയേണ്ടതെന്ന്. ഞാനൊരു FKL മെമ്പറല്ല, ഞാനൊരു അമ്മയിൽ മെമ്പറല്ല. എനിക്ക് പറയാനുള്ള സ്പേസ് എവിടെയില്ല. ഇപ്പം ഇവിടെ ഒരു സംഘടന ഉണ്ടെങ്കിൽ ആ സംഘടനയിൽ പോലും എനിക്ക് പറയാനുള്ള സ്പേസ് ഇല്ല. എനിക്ക് ഞാൻ ആകെ 2-3 സിനിമ അഭിനയിച്ച ചെറിയ നാടകം എന്നുള്ള രീതിയിലൊക്കെ ഫൈൻ. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോൾ എൻ്റെ അവസരം നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ട് എൻ്റെ വ്യക്തിത്വം പണയം വെക്കേണ്ട ആവശ്യം എനിക്കില്ല. എനിക്കൊരു വ്യക്തിത്വമുണ്ട്. അത് ഇനി എന്ത് തന്നെ സംഭവിച്ചാലും നമ്മൾ പണയം വെക്കൂല, ഉറപ്പാണ്. ഇപ്പം പ്രശ്നങ്ങളാണെങ്കിലും ഇപ്പം സ്ത്രീകൾക്ക് അഗെയിൻസ്റ്റ് വരുന്ന ദുരനുഭവങ്ങൾ അതെങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഇപ്പം പോകുന്നത്. അപ്പം അതേപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ചേട്ടനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, ചേട്ടൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ടാണെങ്കിലും ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെന്നുള്ള രീതിയിൽ. അപ്പം ഒരു പുരുഷന് അഗെയിൻസ്റ്റ് ഇങ്ങനൊരു ദുരനുഭവം ഉണ്ടാകുന്ന സമയത്ത് അത് എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നാണ് ചേട്ടൻ്റെ ഒരു ഇതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ചേട്ടൻ എങ്ങനെയാണ് അത് ഫീൽ ചെയ്യുന്നത്? ട്രീറ്റ് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനത്തെ ഒരു സംഭവം ഈ ഒരു സെക്സിന് വേണ്ടിയിട്ട് മാത്രം പിന്നെ സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവിടെ തീരണം. അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് തീരണം. പിന്നെ എനിക്ക് വേറൊരു കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ കാസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഇതേ പറയുന്ന ഇപ്പോൾ സ്ത്രീകൾ മോശം എന്നല്ല ഞാൻ പറയുന്നത്. എല്ലാ സ്ത്രീകളും മോശമല്ല, എല്ലാ സ്ത്രീകളും നല്ലതല്ല. എല്ലാ പുരുഷന്മാരും മോശമല്ല, എല്ലാവരും നല്ലവരും അല്ല. എല്ലാത്തിലും ഒരു പിന്നെ ഇതെന്നാ ഗുഡ് ഓർ ബാഡ് ഉണ്ട്. ഞാൻ ലുലു മാളിൽ ഈ പറഞ്ഞൊരു പടത്തിൻ്റെ കാര്യത്തിന് വേണ്ടി ഇരിക്കുന്ന സമയത്ത് ഈ 2 സ്ത്രീകൾ വന്നിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട്, സംസാരിച്ചൊക്കെ ഒന്ന് കാണണമെന്നിട്ട് വന്നതാണ്. ലുലു മാളിൽ ഇരുന്ന് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അപ്പം ആ കുട്ടീനെ കണ്ടു. ഞാൻ കാര്യം പറഞ്ഞു, ഇങ്ങനെ ഒരു 5 ദിവസത്തെ വർക്ക്ഷോപ്പ് ഉണ്ടാവും, അത് അറ്റൻഡ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. ഓക്കെ ഫൈൻ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോയപ്പം തിരിച്ചു പോയി. അതിന് ആ കുട്ടിയുടെ കൂടെ വന്ന ഒരു ലേഡി തിരിച്ചു വന്നിട്ട് പറഞ്ഞു, സാറേ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാട്ടോ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ആരാ, നിങ്ങളാണോ ആ കുട്ടിയാണെന്ന് ചോദിച്ചു. അത് കുഴപ്പമില്ല, സാറിൻ്റെ ഇഷ്ടം പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാ? ആ കുട്ടിയുടെ അമ്മയാണെന്ന് പറഞ്ഞു. ഇങ്ങനത്തെ സംഭവം ഇവിടെ നടക്കുന്നുണ്ട്. എല്ലാ ആണുങ്ങളിലേക്കും അടിച്ചേൽപ്പിക്കേണ്ട ഒരു സാധനമല്ലല്ലോ, അല്ലെങ്കിൽ എല്ലാ പെണ്ണുങ്ങളേക്കും അടിച്ചേൽപ്പിക്കേണ്ട സാധനമല്ലല്ലോ. അപ്പം അമ്മമാര് വരെ റെഡിയാണ് എന്നുള്ള രീതിയിലാണ്. അല്ല, അങ്ങനെയല്ല, അതിൽ കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടാവുമല്ലോ. കുറച്ച് ആൾക്കാർ അവരാണ് ഈ ബാക്കിയുള്ള ആൾക്കാരെ മൊത്തം മോശമാക്കണേ, അല്ലേ? ശരിയല്ലേ? ഇപ്പം നിങ്ങൾ കാണുന്ന ആൾക്കാരെല്ലാം നല്ലവരാണോ? നിങ്ങൾ സംസാരിച്ച ആൾക്കാരെല്ലാം നല്ലവരാണോ? നിങ്ങളെ നോക്കുന്ന ആൾക്കാർ മൊത്തം നല്ല ആൾക്കാരാണോ? പേരെന്താ പറഞ്ഞത്? നേഹ. എങ്ങനെ തിരിച്ചറിയാം? മനസ്സിലായി എനിക്ക്. എങ്ങനെ തിരിച്ചറിയാം? നമുക്ക് ഒരാൾ നമ്മളോട് അപ്രോച്ച് ചെയ്യുന്ന രീതി കണ്ടാൽ മനസ്സിലാവുക. ഈ അപ്രോച്ച് ചെയ്യുന്ന രീതി കൊണ്ടാണ് ഞാനും പറഞ്ഞിട്ടുള്ളത്. ഇതിലെവിടെ എൻ്റെ പേര് കുണ്ടെന്ന് കിടക്കണേ? ഈ കമൻസ് ഇടുന്നില്ലേ ബാക്കിയുള്ള ആൾക്കാരൊക്കെ, അത് അവനവൻ്റെ കുടുംബത്തിലോ അവനവൻ്റെ ലൈഫിൽ ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് നടക്കണം. അപ്പോഴതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോലും ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട സമയത്ത് എന്നെ വലിച്ചു കീറാൻ വേണ്ടി ആൾക്കാരുണ്ടായിരുന്നു. ഭയങ്കര മോശമായിട്ട്. എന്ത് കാര്യമായിരിക്കണം? സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ, ഇല്ലയെന്ന് പറഞ്ഞില്ല, ഒരുപാട് ആൾക്കാരുണ്ട്. അല്ലാണ്ട് ഇത് പറഞ്ഞുകൊണ്ട് എൻ്റെ അവസരം പോകുന്നു അല്ലെങ്കിൽ ഞാൻ പേടിച്ച് ജീവിക്കുന്നു, നെവർ, ഒരിക്കലുമില്ല. ഇപ്പം നേരത്തെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇപ്പോൾ ഫിസിക്കലായിട്ടുള്ള പെയിൻ മാത്രമല്ല, ഇപ്പം നമുക്ക് ചിലവർക്ക് ഫിസിക്കൽ പെയിനെക്കാട്ടും കൂടുതൽ എന്ന് പറയുന്നത് മെൻ്റലി നമ്മൾ അണ്ടർഗോ ചെയ്യുന്ന ഒരു പെയിനാണ്. അത് ഭയങ്കരമായിട്ടുള്ളതാണ്. അപ്പം അങ്ങനത്തെ ഒരു മെൻ്റലി നമ്മൾ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു പെയിൻ നാടകത്തിൽ നിന്ന്, അല്ലെങ്കിൽ നാടക നടനും കൂടെയാണല്ലോ ചേട്ടൻ, അപ്പം നാടകത്തിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ചേട്ടൻ ഉണ്ടായിട്ടുണ്ടോ? തളർത്തെന്ന് വെച്ചാൽ നാടകമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം എന്ന് വെച്ചാൽ നല്ല അനുഭവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് നാടകമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ മോശം അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം വെച്ചാൽ വളരെ പിന്നെ എന്താ പറയുക എൻജോയ് ആയിട്ടാണ് ചെയ്തത്. ഞാൻ എൻ്റെ അമ്മേൻ്റെ കൂടെ ഏകദേശം 100-300 വേദികൾ നാടകം ചെയ്ത ഒരാളാണ്. എൻ്റെ അമ്മേടെ ഭർത്താവായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഞാൻ. അതൊരു പറഞ്ഞ ഡയലോഗ് തന്നെ ഭയങ്കര രസമാണ്. എന്ന് വെച്ചാൽ അതൊരു നാടകം കളിക്കുന്ന സമയത്ത് അച്ഛൻ ഫ്രണ്ടിലിരിക്കുക. അച്ഛൻ ഫ്രണ്ടിലിരിക്കും. അപ്പം അമ്മയുടെ ഭർത്താവായിട്ട് അഭിനയിക്കുന്ന ഒരു ക്യാരക്ടർ ഇല്ല, പുള്ളിക്ക് എന്തോ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാം ക്യാരക്ടർ, എന്നിട്ട് എൻ്റെ ക്യാരക്ടർ വേറെ ആൾ ചെയ്യും. അപ്പം അമ്മയുടെ ഭർത്താവാണ്. അവിടെ പോയിട്ട് അച്ഛൻ മുന്നിലിരിക്കുകയാണ്. അപ്പം അമ്മയോട് പോയിട്ട് പറഞ്ഞ ഡയലോഗ്, അമ്മ എന്തോ ഒരു ഡയലോഗ് പറയുമ്പം ചെമ്മരത്തി എന്ന അമ്മയുടെ ക്യാരക്ടറിൻ്റെ പേര് ചെമ്മരത്തി. അപ്പം അമ്മയോട് പോയിട്ട് ഡയലോഗ് ഒരു ചെറിയ കുടിയനായിട്ടുള്ള സംഭവമാണ്.
മത്തം കുത്തിയ കുമ്പള മുളക്കോ എമ്മരത്തി എന്ന് പറഞ്ഞൊരു ഡയലോഗ്. ഇത് കേട്ടിട്ട് അച്ഛൻ ഫ്രണ്ടിന്ന് ഒറ്റത്തര ചിരിയ. അത് ഭയങ്കര എക്സ്പീരിയൻസ്. കാരണം വെച്ചാൽ ഇപ്പം അച്ഛൻ്റെ പുറത്തു വന്ന ഡയലോഗ് മുളക്കൂല അമ്മാതിരി സാധനമാണ്. അത് അങ്ങനത്തെ ഒരു ബാഡായിട്ടുള്ള ഇതൊന്നുമില്ല. പക്ഷെ സിനിമയിൽ ബാഡായിട്ടുണ്ടായിട്ട്. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ചേട്ടനൊരു ആക്ടറാണ്, അതുപോലെ തന്നെ നമ്മൾ നാടക നടനാണ്. അങ്ങനെ വേർതിരിച്ച് ഒരു ഇതായിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്ടർ ആൻഡ് നാടക നടൻ എന്ന് പറയുന്നതിന് ഒരു ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതെന്താണ് ആ ഡിസ്റ്റിങ്വിഷൻ, അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ് എങ്ങനെയാണ് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? കാരണം രണ്ടും ആക്ടിങ് തന്നെയാണ്, പക്ഷേ എപ്പോഴും നമ്മൾ പറയുമ്പം അല്ലെങ്കിൽ ആൾക്കാർ പറയുമ്പം അതിനൊരു ഡിഫറൻസ് വരുന്നത്, ഒരു ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അത് ശരിക്കും അതെന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? രണ്ടും ആക്ടിങ് തന്നെയാണ്. പക്ഷെ എന്നാലും ആൾക്കാർ അത് വേർതിരിച്ച് കാണാറില്ലേ? ഉണ്ട്. അതെന്തുകൊണ്ടായിരിക്കാം? കാരണം വെച്ചാൽ നാടകം കുറച്ചുകൂടി ലൗഡാണ്. അതായത് നാടകത്തിന് പറയാന്ന് വെച്ചാൽ ഏറ്റവും അവസാനിരിക്കുന്ന പ്രേക്ഷകന് പോലും നമ്മുടെ ശബ്ദം കേൾക്കണം, നമ്മുടെ ഇമോഷൻ കാണണം, നമ്മുടെ ഫേസിലുള്ള എക്സ്പ്രഷൻ പോലും കാണുന്ന രീതിയിലേക്കാണ് നമ്മൾ അത് അഭിനയിച്ച് കാണിക്കേണ്ടത്. ഓരോ നടനും ഓരോ സ്റ്റേജ് ഓരോന്നാണ്. ഇപ്പം ഈ സ്റ്റേജിൽ അഭിനയിച്ചുവെങ്കിൽ അടുത്ത സ്റ്റേജിൽ അതുപോലെ ആയിരിക്കണമല്ലോ അയാൾ അഭിനയിക്കുക നാടകത്തിൽ. നേരെ മറിച്ച് സിനിമയിൽ കട്ട്സ് ഉണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷോട്ടുകൾ ഇങ്ങനെ എടുത്തെടുത്ത് പോവാം. മറ്റത് ലൈവാണ്. ഈ പ്രേക്ഷകൻ കുറച്ച് ആൾക്കാർ വന്ന് ഇങ്ങനെ ഇരിക്കുന്ന ഒരു മണിക്കൂർ 1.5 മണിക്കൂർ നാടകം ഇങ്ങനെ കളിച്ച് പോകുന്നു. അത് രണ്ടാണ്. പക്ഷെ രണ്ടും രസമുള്ള കലയാണ്. നാടകം കുറച്ചുകൂടി എക്സ്പ്രസീവ് ആണ് എന്നുള്ള രീതിയിൽ അല്ലേ? അങ്ങനെ ചെയ്യുമ്പോഴേ അതിൻ്റെ ഒരു പൂർണ്ണത എന്നുള്ള സാധനം കിട്ടുള്ളൂ. അതേപോലെ തന്നെ ചേട്ടൻ്റെ ലൈഫിൽ ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്ത ഒരാളായിരുന്നു അനൂപ് ചന്ദ്രൻ ചേട്ടൻ എന്ന് പറയുന്നത്. അപ്പം അനൂപേട്ടൻ്റെ കൂടെയുള്ള ജേർണി, ഇപ്പം നമ്മൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായ സമയത്താണെങ്കിലും നമ്മളെ സഹായിച്ച ഒരാളായിരിക്കാം, നമ്മൾക്ക് അത്രയും നമ്മളെ പേഴ്സണലി ഹെൽപ്പ് ചെയ്ത ഒരാളായിരിക്കാം. അപ്പം അങ്ങനത്തെ ഒരു രീതിയിൽ നോക്കുമ്പോൾ അനൂപേട്ടനായിട്ടുള്ള ഒരു ബോണ്ടിങ്, അല്ലെങ്കിൽ അനൂപേട്ടൻ എങ്ങനെ, ലൈക്ക് ആ ഒരു ജേർണിനെ പറ്റിയിട്ട് പറയാമോ? അനൂപേട്ടനായിട്ട് ഇപ്പം ഞാൻ വിളിച്ചിട്ട് തന്നെ കുറേ നാളായി. പക്ഷേ എപ്പോഴെങ്കിലേക്ക് വിളിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം സിനിമ നാടകം കളിക്കും. പയ്യന്നൂർ കോളേജിൽ ഞാൻ പഠിച്ചേ. പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിൽ അതന്നെ ശരിയാ, എക്സാക്ട് സംഭവം സംഭവിച്ചത്. അനൂപേട്ടൻ നാടകം കാണാൻ വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഇപ്രാവശ്യം കൂടെ ബെസ്റ്റ് ആക്ടർ അടിച്ചു കഴിഞ്ഞാൽ നീ എന്നെ വിളിച്ച് നീ കൊച്ചിയിലേക്ക് വാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്രാവശ്യം ബെസ്റ്റ് ആക്ടർ അടിച്ച് ഒരു 4.5 മണിയായി സമയം. അപ്പം അന്ന് കാഞ്ഞങ്ങാട് നിത്യാനന്ദ പോളിടെക്നിക്കിലാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവം നടക്കുന്നത്. കലോത്സവത്തിന് ഭയങ്കര രസമാണ്, അത് വിജയിക്കുന്നതിനപ്പുറം. അന്ന് നമ്മൾ പയ്യന്നൂർ കോളേജ് കപ്പടിച്ച് ബെസ്റ്റ് ആക്ടർ ഞാനായി. എന്നിട്ട് നേരെ ആ സമയത്ത് അനുപേട്ടനെ വിളിച്ച് പറഞ്ഞു, ഞാനിങ്ങനെ ബെസ്റ്റ് ആക്ടർ കിട്ടി എനിക്ക് എന്ന് പറഞ്ഞു. അപ്പം രണ്ടാമതാണ് കിട്ടിയത്. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ തന്നെയായിരുന്നു. അത് വന്ന് ഫസ്റ്റ് ഇയർ സുബീരേട്ടനാണ് നാടകം ചെയ്തത്, അതിൽ ബെസ്റ്റ് ആക്ടർ കിട്ടി. സെക്കൻഡ് ഇയർ പിന്നെ പ്രദീപ് മണ്ടൂർ എന്നിട്ടുള്ള പുള്ളിയാണ് ചെയ്തത്. അതിനുശേഷം അന്ന് നാടകത്തിന് ബെസ്റ്റ് ആക്ടർ കിട്ടി. അനുപേട്ടനെ കണ്ടു, വിളിച്ചപ്പോൾ അനുപേട്ടൻ പറഞ്ഞാൽ നീ അടുത്ത ദിവസം കൊച്ചിയിലേക്ക് വന്നു. ഞാൻ പോയിട്ടൊന്നുമില്ല, പോയില്ല. കാരണം ഒരു ടെൻഷൻ എന്താ സംഭവം. അല്ല, അതിൽ അനുവട്ടം പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഞാൻ പറയാം. എന്നിട്ട് ഞാൻ ഒരു ദിവസം ഒരു സിനിമാക്കാരനെ, ആദ്യമായിട്ടൊരു സിനിമാക്കാരനെ കാണാൻ വേണ്ടി വരുക. ആ സിനിമാക്കാരെ കാണാൻ വേണ്ടി വന്ന് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒബ്രോണിലേക്ക് വന്നു. അന്ന് എൻ്റെ കയ്യിൽ നിന്ന് 500 രൂപ കൊണ്ടാണ് ഞാൻ വന്നത്. സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ ഒബ്രോണിലേക്ക് വന്നു. ഒബ്രോണിൽ എത്തുമ്പോൾ കുറച്ച് സിനിമാക്കാരുണ്ട്, അവരെ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അവർ പറഞ്ഞു, എന്നാ വെച്ചേ ഒന്ന് സിഗരറ്റ് മേടിച്ചോണേ. ഞാൻ പോയി സിഗരറ്റ് മേടിച്ചോണ്ട് കൊടുത്തു, നല്ല ഭക്ഷണം കഴിച്ച്. അപ്പോൾ നമുക്കിതൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഇപ്പോഴാണ് അതിൻ്റെ ഒരു സാധനം മനസ്സിലാവുന്നത്. അങ്ങനെ വന്ന് പിന്നെ അവിടെ കുറച്ച് ഇതായി. പിന്നെ ഓട്ടോറിക്ഷയ്ക്ക് പോകുന്ന വഴിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പൈസ മിസ്സായി. കയ്യിലുണ്ടായ 100-250 രൂപ അങ്ങാണ്ട് ഉണ്ടായിട്ടുള്ളൂ, അത് മിസ്സായി. എന്ത് ചെയ്യേണ്ടെന്ന് അറിയുന്നില്ല. റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴാണ് അനുപേട്ടൻ കാണുന്നത്. അനുപേട്ടനോട് ചോദിച്ചു, നീ ഭക്ഷണം കഴിച്ചോ എന്ന്. ഞാൻ ഒന്നും ഇല്ലാന്ന്. അന്ന് എൻ്റെ പെട്ടി എടുത്തിട്ട് എന്നോട് വാന്നിട്ട് അന്ന് ഞാൻ അനുപേട്ടൻ്റെ കൂടെ അനുപേട്ടൻ്റെ ഫ്ലാറ്റിൽ പോയി താമസിക്കാൻ തുടങ്ങിയത്, ഒരു അപ്പാർട്ട്മെൻറ്റിൽ, കൊച്ചു കടവന്ത്രയിൽ. അതിനുശേഷം ഒരു 9 മാസം അനുപേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. എൻ്റെ ലൈഫിൽ ഒരു മറക്കാൻ പറ്റാത്ത ഒരാളാണ്. കാരണം വെച്ചാൽ രാവിലെ വണ്ടിയിൽ കീ എടുത്തിട്ട് പേശപ്പുറത്ത് വരും, ഒരു 10 കോൺടാക്റ്റ് എഴുതരും. ഇതിൽ വിളിച്ചോ ആരാ വെച്ചാൽ കണ്ടോ, പോയിട്ട് വണ്ടി എവിടെയുണ്ട് എടുത്തോന്ന് പറയും. അത്രയും സപ്പോർട്ടീവ് ആയിരുന്നു. എനിക്ക് ഒരു നടൻ എന്നുള്ള രീതിയിൽ മാത്രം, എൻ്റെ ഒരു ആസ് എ ബ്രദർ എന്നുള്ള രീതിയിൽ കൂടെ ഞാൻ അനുപേട്ടനെ കാണുന്നത്. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഒരു പടം ചെയ്യാൻ വേണ്ടി നിൽക്കുക, ഇനി എന്തൊക്കെ സംഭവിച്ചാലും അനുപേട്ടൻ ആ പടത്തിലുണ്ടാവും. ഞാൻ വിളിച്ചാൽ വരുവാണെങ്കിൽ, മനസ്സിലായില്ലേ? അത് മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയാണ്.
അനൂപേട്ടൻ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വെട്ടി തുറന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണല്ലോ. അപ്പം ചേട്ടന് തോന്നിയിട്ടുണ്ടോ ഇപ്പം ഇനീഷ്യൽ ഫേസിലാണ് അനൂപേട്ടനെ പരിചയപ്പെടുന്നത്, അപ്പം അനൂപേട്ടനെ പരിചയപ്പെട്ട് അനൂപേട്ടൻ നിന്ന് ഇങ്ങനെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് കിട്ടിയിട്ടുണ്ട്, നമുക്ക് എന്ത് സിറ്റുവേഷൻ വന്നാലും അത് ഫേസ് ചെയ്യണം, അങ്ങനെ ഒരു ക്യാരക്ടർ അനൂപേട്ടൻ്റെ അടുത്ത് നിന്ന് കിട്ടിയതാണോ ഓർ ചേട്ടൻ അങ്ങനെ തന്നെയായിരുന്നോ പണ്ട്? അങ്ങനെ നമ്മളെ ക്യാരക്ടേഴ്സൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും, അല്ലാന്ന് പറയുന്നില്ല. ചില മനുഷ്യന്മാരൊക്കെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യും, അത് ചെയ്യാൻ പറ്റില്ല എന്നും പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു അനുവേട്ടൻ അങ്ങനെ തുറന്ന് പറഞ്ഞുകൊണ്ടാണ് അനുവേട്ടന് കുറേ അവസരങ്ങൾ നഷ്ടപ്പെട്ടത്. അല്ല അനുവേട്ടൻ ചെയ്യാതിരിക്കുന്നതായിരിക്കും. പക്ഷേ ഞാൻ പുള്ളിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. പുള്ളി പറയുന്ന കാര്യമല്ലേ, ന്യായമല്ലേ പറയുന്നുള്ളൂ, എന്താ തെറ്റായിട്ട് പറയുന്നല്ലേ. ഇപ്പം ഈ ഒരു വിഷയം വന്നപ്പോൾ പോലും പുള്ളിയുടെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടായിരുന്നു. പുള്ളിയുടെ സ്റ്റേറ്റ്മെൻറ്റ് പക്കാ സ്റ്റേറ്റ്മെൻറ്റാണ്. അത് അറിവുള്ളൊരു മനുഷ്യൻ പറയുമ്പോൾ അതിൻ്റെതായ രീതിയിൽ നമ്മൾ എടുക്കണം. പക്ഷെ അതിനെ വിമർശിക്കുന്ന ആൾക്കാരുണ്ടാവും, പിന്നെ ഈ പറഞ്ഞ നല്ലത് പറയുന്ന ആൾക്കാരുണ്ടാവും. അത് അവനവൻ്റെ യുക്തിക്കനുസരിച്ച് ചിന്തിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ ഇപ്പോൾ പ്രസ് മീറ്റിലാണെങ്കിൽ നമ്മൾ കണ്ടു പൃഥ്വിരാജിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെങ്കിൽ വളരെ ക്ലാരിറ്റിയോട് കൂടിയാണ്. അപ്പം അതൊക്കെ കേൾക്കുമ്പം ഇത്രയും ക്ലാരിറ്റിയോടെ പറയുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ. അപ്പം അങ്ങനെ ഒരു ചേട്ടന് ഇത് കണ്ടപ്പോൾ എന്തായിരുന്നു തോന്നി പ്രസ് മീറ്റിൽ? ഞാനിപ്പോൾ അവരെ പോലൊന്നും വലിയൊരു നടനൊന്നുമല്ല കേട്ടോ. ഞാനിപ്പോൾ സാധാരണ ഇപ്പോഴും ഈ സിനിമ എന്താണെന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അങ്ങനെ വലിയൊരു നാടകം, അത്യാവശ്യം കുറച്ച് നാടകമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും സിനിമയിൽ ഒരു സാധനം എന്താണെന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷെ നമ്മൾ ഇവരൊക്കെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. രാജുവേട്ടൻ്റെ ഇത് ഞാൻ രാജുവേട്ടൻ്റെ കൂടെ എന്നും എൻ്റെ മൊയ്തുന്നുണ്ട് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ കൊശവൻ്റെ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് സീൻസ് ഉണ്ടായിരുന്നു, പക്ഷെ അത് സിനിമയൊക്കെ വരുമ്പോൾ കട്ട് ചെയ്ത് പോയതാണ്. ത്രൂ ഔട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണും താടിയൊക്കെ വെച്ച് മുടിയൊക്കെ വെച്ചിട്ടുള്ള സംഭവം. അതിലൊക്കെ ഒരുപാട് സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആ സെറ്റിൽ ഉണ്ടായ ലൈക്ക് എന്തെങ്കിലും കോൺവെർസേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്? കോൺവെർസേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് ഞാനിപ്പം പറയുന്നില്ല, അത് വിട്ടേക്ക്, അത് കുഴപ്പമൊന്നുമില്ല. ആ കോൺവെർസേഷനൊന്നും പറയാനോ ഇതാക്കാനൊന്നും ഞാനിപ്പോൾ ആളല്ല. പക്ഷേ അന്ന് ആ അഭിനയിക്കുമ്പോൾ ആ മനുഷ്യനെ കണ്ട ഒരു ജെന്റിൽമാൻ എന്നുള്ള സാധനം കിടപ്പുണ്ട്. ആ ജെന്റിൽമാനാണ് ഇന്നലെ കണ്ടത്. ആളുടെ സ്റ്റേറ്റ്മെൻറ്റ്, ആ മനുഷ്യൻ്റെ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പുള്ളി പ്രതികരിക്കാതെ നിന്നിട്ടില്ല, പുള്ളി പറയാതിരുന്നിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു വെച്ചാൽ ഇങ്ങനെ ആൾക്കാർ പറയണം, എനിക്ക് പറയണം എന്ന് എൻ്റെ അഭിപ്രായം. ആ അഭിപ്രായങ്ങൾ തുറന്നു പറയണം. അവനവൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് തെറ്റെത്താ. അപ്പോൾ ചേട്ടൻ മെയിൻ ലീഡായിട്ട് അഭിനയിച്ച ഒരു സിനിമയുണ്ട്, കോഴിപ്പോര് എന്ന്. വീണ നന്ദകുമാരാണ് എഗൻസ്റ്റ് അഭിനയിച്ചേക്കുന്നത്. അപ്പോൾ ആ സിനിമയിലേക്കുള്ള എൻട്രി അല്ലെങ്കിൽ ആ സിനിമ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ നടന്നു കഴിഞ്ഞാൽ, കാരണം ആ സിനിമയിൽ ഫുൾ മെയിൻ ലീഡായിട്ട് അഭിനയിക്കുന്നതാണ് ചേട്ടൻ. അപ്പോൾ ആ സിനിമ എങ്ങനെ നടന്നു, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങളൊന്ന് പറയാമോ? അത് ജിനോയ് ജിബിറ്റും രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിരുന്നു. അപ്പം ഇങ്ങനെ പറയണം, നമുക്കൊരു സിനിമ ചെയ്യണം, ചെറിയ സിനിമ ചെയ്യണം എന്ന് പറഞ്ഞു. ആൾക്ക് കിടശ്ശേരിടാ, അപ്പം ഞാൻ എന്നെ ഒരു ചെറിയൊരു ക്യാരക്ടറിന് തരുമോയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ആടാ നമുക്കൊരു ചെറിയൊരു സാധനം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ അറിയില്ല ഞാൻ അതിൽ ലീഡ് ചെയ്യുന്നത് എനിക്ക് അറിയാൻ പാടില്ല. അത് കഴിഞ്ഞ് മറ്റേ നമ്മുടെ പത്തടിപ്പാലത്തിൽ അവിടെ വെച്ചിട്ടാണ് അതിൻ്റെ പൂജ ഉണ്ടായിരുന്നത്. പൂജയുടെ ഇപ്പം അമ്മേനെയും എല്ലാവരെയും വിളിച്ചോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ചെറിയൊരു ക്യാരക്ടർ എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു, ഞാൻ ആ ലീഡ് ചെയ്യുന്നത് അറിയാൻ പാടില്ലായിരുന്നു. ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ലാത്തൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ടെന്ന് ഞാനോട് പറഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പത്തടിപ്പാലത്തിൽ ആ ഒരു സ്പേസിൽ വെച്ച് എല്ലാവരും അമ്മയും അച്ഛനും എല്ലാവരും വന്നു. അവരൊരാളെ ഇൻവൈറ്റ് ചെയ്യാണ്. ഇത് അഞ്ജലി ചേച്ചിയാണ് അതിൻ്റെ ഒരു ഇത് ഹോസ്റ്റ് ചെയ്തത്. അഞ്ജലി നായർ, നമ്മൾ ആക്ട്രസില്ലേ, പുള്ളിക്കാരി നമ്മളെ ഒരു സർക്കിൾ ഭയങ്കര സുഹൃത്തായിട്ടുണ്ടായ ആ സമയത്ത്. അപ്പോൾ ഓരോ ആൾക്കാരെ വിളിക്കുന്നുണ്ട്, പോളി ചേച്ചീനെ വിളിക്കുന്നുണ്ട്, ജോളി ചേച്ചീനെ വിളിക്കുന്നുണ്ട്, പിന്നെ അങ്ങനെ ഓരോ ആൾക്കാരെ വീണനെ വിളിക്കുന്നുണ്ട്. അഞ്ജലി ചേച്ചി അങ്ങനെ വിളിക്കുന്നുണ്ട്, ഒരു പുതിയ നായകനെ അവതരിപ്പിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കി, ഇത് ആരാണ് പുതിയൊരു നായകൻ, ആരാണ് നമുക്കറിയാൻ പാടില്ല. നോക്കുമ്പോഴത്തേക്കും എൻ്റെ പേര് വിളിക്കുന്നത്. അത് വിളിക്കുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം വെച്ചാൽ നമ്മൾ ആഗ്രഹിച്ചൊരു സ്ഥലത്താണ് എത്തിപ്പെടുന്നത്. അത് ഭയങ്കര സന്തോഷം, കണ്ണ് നിറഞ്ഞു പോയി സത്യം പറഞ്ഞാൽ. പിന്നെന്ത് പറയാം, ദുരന്തം ഫ്ലൈറ്റ് പിടിച്ച് വരിക എന്നൊക്കെ പറയില്ലേ, അതുപോലെ കൊറോണ വന്നു. ആ സിനിമയ്ക്കാണെങ്കിൽ അത് റിലീസിനൊക്കെ ആയിട്ട് കുറേ പ്രശ്നങ്ങൾ നല്ല ഡിലേ ഉണ്ടായിരുന്നു. അതിൻ്റെ എന്തൊക്കെയോ ടെക്നിക്കൽ എന്തോ അവർക്ക് തമ്മിൽ എന്തൊക്കെയോ പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഓരോ സിനിമയും അതിൻ്റെ ഫണ്ടിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും. അങ്ങനത്തെ എന്ത് ഇഷ്യൂ കൊണ്ട് വൈകിപ്പോയതായിരിക്കും ഇത് ചെയ്യാൻ വേണ്ടി പ്രോസസ്സ്. കാരണം ശരിക്കും ചേട്ടൻ്റെ ഒരു ഡ്രീം ഉണ്ടാവില്ല, നമ്മുടെ അൾട്ടിമേറ്റ് ഡ്രീം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവില്ല. അത് ശരിക്കും പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഞാൻ ഫോക്കസ് ചെയ്യുന്നത് കുറച്ചുകൂടി ഡയറക്ഷൻ ചെയ്യാൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫോക്കസ് ചെയ്യണത്. ബേസിക്കലി ഞാൻ ഒരു ആക്ടറാണ്, അപ്പം അതിലെന്തായാലും ശ്രദ്ധ ഉണ്ടാവുമല്ലോ. അതെ, ഡയറക്ഷൻ ആണെങ്കിൽ ചേട്ടൻ സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് ചെയ്ത് അങ്ങനെയാണോ? സ്ക്രിപ്റ്റൊക്കെ കംപ്ലീറ്റ് ആയി. ഞാനിപ്പോൾ എൻ്റെ പടത്തിൻ്റെ കാസ്റ്റിംഗ് കോൾ വിട്ടായിരുന്നു. അപ്പോൾ അത് വളരെ ജെന്യൂനായിട്ട് ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്. അത് വിത്തിൻ എ ഡേയ്സ് അതിൻ്റെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ഏകദേശം ഒരു 10,000-15,000 മുകളിൽ മെയിൽ വന്നിട്ടുണ്ട്, വാട്സപ്പ് വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഞാൻ തന്നെ ഇരുന്ന് ചെക്ക് ചെയ്യണം എന്നാണ് എൻ്റെ. സ്വന്തം പിള്ളേർക്ക് പ്രത്യേക കൺസിഡറേഷൻ ഉണ്ടോ? സ്വന്തം ട്രെയിൻ ചെയ്ത പിള്ളേർ? അങ്ങനെ കൺസിഡറേഷൻ ഇല്ല, പക്ഷെ എനിക്ക് പറ്റുന്ന ക്യാരക്ടേഴ്സ് ആണ്
അവർ അതിലുള്ളെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവരെ ഉൾപ്പെടുത്തും. കാരണം വെച്ചാൽ എനിക്ക് അറിയാൻ പറ്റുന്ന ആൾക്കാരാണല്ലോ, അപ്പം എന്തായാലും ഉൾപ്പെടുത്തിയിരിക്കും. അങ്ങനെ ചെയ്യണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ഡയറക്ഷൻ നമുക്ക് ഉടനെ അപ്പം ചേട്ടൻ്റെ ഒരു പ്രൊജക്റ്റ് നമുക്ക് കാണാൻ പറ്റും. സംഭവിക്കട്ടെ. അതെ, ദൈവം സഹായിച്ച് സംഭവിക്കട്ടെ. അപ്പം ആക്ടിങ് ആണെങ്കിലും ഇപ്പം കാസ്റ്റിംഗ് ഡയറക്ഷൻ നിർത്തി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം കാസ്റ്റിംഗ് ഡയറക്ടർ നിർത്തി എന്നല്ല, ഞാൻ തൽക്കാലത്തേക്ക് ഇപ്പം അങ്ങനത്തെ പരിപാടിയിലേക്ക് ഇപ്പം ഗ്രൂമിംഗ് എന്നുള്ള പരിപാടിയിലാണ് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. കാസ്റ്റിംഗ് എന്നുള്ള പരിപാടിക്ക് അപ്പുറത്തേക്ക് ഗ്രൂമിംഗ് എന്നുള്ള പരിപാടിയാണ് കോൺസെൻട്രേറ്റ്. വർക്ക്ഷോപ്പ് ചെയ്യുക, ട്രെയിൻ ചെയ്യിപ്പിക്കുക, അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കുറച്ച് ആൾക്കാർക്ക് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, വരിക. അതിലിപ്പോൾ കിട്ടിയ ആസ് എ ഗ്രൂമർ എന്നുള്ള ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് ശ്രീപദ് എനിക്ക്. അതെ, നാഷണൽ അവാർഡ് വിൻ ചെയ്തേക്കാണ്. അതെ, ഭയങ്കര സംഭവം. അപ്പം എന്തായാലും ചേട്ടൻ്റെ ഡയറക്ടോറിയൽ പടം ഉടനെ റെഡി ആവട്ടെ. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ചേട്ടാ, ഇന്ന് ഈ ഷോയിൽ നമ്മളോട് സംസാരിക്കാൻ വന്നതിൽ. ആൻഡ് താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു.